ഓക്കെ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട്. കഴിഞ്ഞ ടൈമിലാണ് നമ്മളൊരു പാഠം പഠിച്ചത്. ഏതാണ്? കളിയും കാര്യവും. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് അല്ലേ? എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം 8 മഴ. മഴ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? മഴ പെയ്യുന്നത് കാണാനും മഴയത്ത് നനയാനും അല്ലെ? മഴ എന്ത് ചെയ്ത് കുടയൊക്കെ മാറ്റി മഴ നനയാനും ഒക്കെ എന്താണ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോ കുട്ടികളാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? മഴയുടെ സന്തോഷം എന്ത് ചെയ്യുന്നത്? ആസ്വദിക്കുന്നത്. അപ്പൊ നിങ്ങൾ സ്കൂളിലുള്ള സമയത്താണെങ്കിൽ അറിയാം, എന്ത് ചെയ്യും? ആ കുടയൊക്കെ പിടിച്ച് പോയിട്ട് എന്ത് ചെയ്യും? 2 പേരൊക്കെ ഒരു കുടയിൽ കയറിപ്പോ, അല്ലെ 3 പേര് കയറിപ്പോ, എന്നിട്ട് കുടയൊക്കെ മാറ്റി എന്ത് ചെയ്യും? നനഞ്ഞിട്ടൊക്കെ വരും അല്ലെ? പക്ഷെ ഈ മഴ നമുക്ക് സന്തോഷം നൽകുന്നതോടൊപ്പം എന്ത് നൽകുന്നുണ്ട്? സങ്കടവും നൽകുന്നുണ്ട് അല്ലെ? എന്താണ്? നല്ല വെള്ളപ്പൊക്കം അല്ലെ? 2018 പ്രളയം നമ്മൾ കണ്ടവരാണ് അല്ലെ? മാധ്യമങ്ങളിലൂടെ കണ്ടു, നേരിട്ട് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരുണ്ടാകും. പക്ഷെ ഈ മഴ നമുക്ക് സന്തോഷവും ദുഃഖവും നൽകുന്നുണ്ട് അല്ലെ? അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ഏതാണ്? മഴ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത് 2 സുഹൃത്തുക്കളുടെ സംഭാഷണത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. ആരൊക്കെയാണ് അവർ? ദീപുവും റോഹനും അല്ലെ? അവർക്ക് 2 പേരുടെ സംഭാഷണത്തിലൂടെ. അപ്പൊ ഇന്ന് അവർക്ക് പറയാനുള്ളത് എന്തിനെ കുറിച്ചാണ്? മഴയെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. നമുക്ക് നോക്കാം. എത്ര നാളായി ഒരു മഴ പെയ്തിട്ട് അല്ലേ? ദീപുവാണ് അന്ന് വിഷയം എടുത്തിട്ടത്. അതെ, മഴയത്ത് കളിക്കാൻ എന്തു രസമാ, റോഹൻ പറഞ്ഞു. അന്ന് അവർക്ക് പറയാൻ ഒത്തിരി രസങ്ങൾ ഉണ്ടായിരുന്നു. മഴയുടെ രസങ്ങൾ. അപ്പൊ ഇന്ന് എന്താണ്? മഴയുടെ ചില സവിശേഷതകളാണ് അല്ലെ? മഴയുടെ ചില സ്വഭാവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പാഠഭാഗത്ത് പഠിക്കുന്നത്. അപ്പൊ എത്ര നാളായി എന്താണ് ഒരു മഴ പെയ്തിട്ട്? അപ്പൊ 2 പേരും പറയുകയാണ്, കുറേ നാളുകളായി എന്താണ് ഒരു മഴ പെയ്തിട്ട് അല്ലേ? ദീപുവാണ് അന്ന് ആ വിഷയം എടുത്തിട്ടത്. ദീപുവാണ് പറഞ്ഞത് എന്താണ്? കുറേ നാളുകളായി ഒരു മഴ പെയ്തിട്ട്. കുട്ടികളാവുമ്പോൾ എന്താണ്? മഴയത്തൊക്കെ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പൊ പറയുകയാണ്, കുറേ നാളായല്ലോ മഴയൊക്കെ പെയ്തിട്ട്. അതെ, മഴയത്ത് കളിക്കാൻ എന്തു രസമാ. രസം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സന്തോഷമാണ് അല്ലെ? കുട്ടികൾക്ക് വളരെ സന്തോഷം നൽകുന്നതാണ് ഏത്? മഴ. റോഹൻ പറഞ്ഞു, അന്ന് അവർക്ക് പറയാൻ ഒത്തിരി രസങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനെ കുറിച്ച്? മഴയെ കുറിച്ച് ഒത്തിരി എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്നിട്ട് മഴയുടെ രസങ്ങൾ എന്താണ് അവർ പറയാൻ തുടങ്ങിയത്? മഴയുടെ രസങ്ങൾ, മഴയുടെ സന്തോഷം. മഴ പെയ്യുമ്പോഴൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് അല്ലെ? മഴ പെയ്യുമ്പോഴുള്ള ആനന്ദം എന്താണ്? അതൊക്കെയാണ് ആര് പറയാൻ തുടങ്ങിയത്? റോഹനും ദീപുവും പരസ്പരം സംസാരിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠത്തിൽ ആ മഴയുടെ രസങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. സ്കൂൾ തുറന്നു, മഴയും തുടങ്ങി. സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയായിരുന്നു മഴ. മഴയ്ക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാവും ഇഷ്ടം. അവരല്ലേ മഴയിൽ കളിയോടമുണ്ടാക്കുന്നത്, ഒഴുക്കുവെള്ളം ചവിട്ടിത്തെറിപ്പിച്ച് പടക്കം പൊട്ടിക്കുന്നത്, ചൂടിയ കുട ഇടയ്ക്കിടെ മാറ്റി മഴയുടെ രസം ആസ്വദിക്കുന്നത്, കെട്ടിക്കിടക്കുന്ന എല്ലാ വെള്ളത്തിലും കാൽ നനയ്ക്കുന്നത്. പിന്നെങ്ങനെ മഴ കുട്ടികളെ ഇഷ്ടപ്പെടാതിരിക്കും? അപ്പൊ അവർ 2 പേരും പറയുകയാണ് മഴയുടെ രസങ്ങൾ. സ്കൂൾ തുറന്നു അല്ലെ? നമുക്കറിയാം, സ്കൂൾ തുറന്നു വെക്കുന്ന ദിവസം എന്താണ്? പണ്ടൊക്കെ ആണെങ്കിൽ, നേരത്തെയൊക്കെ ആണെങ്കിൽ, ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൃത്യമായി എന്താണ്? സ്കൂൾ തുറക്കുന്ന ആ ജൂൺ മാസം അല്ലെ, ജൂൺ 1-ാം തീയതിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? നല്ല മഴയായിരിക്കും. ഇപ്പൊ അങ്ങനെ അത്ര കൃത്യമായി എന്ത് ചെയ്യാറില്ല, മഴയൊന്നും ലഭിക്കാറില്ല. കാരണം എന്താണ്? നമ്മുടെ പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പക്ഷെ ഈ റോഹനും ദീപവും പറയുകയാണ് എന്താണ്? അവർ പറയുകയാണ് മഴയുടെ രസങ്ങൾ. സ്കൂൾ തുറന്നു അല്ലെ? സ്കൂൾ തുറന്നു, മഴയും തുടങ്ങി. അതോടുകൂടി എന്തുണ്ടായി? മഴയും തുടങ്ങി. സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയായിരുന്നു മഴ. അപ്പൊ മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടി എന്താണ്? സ്കൂൾ തുറക്കുന്നു എന്ന് നോക്കിയിരിക്കുകയായിരുന്നു, കാത്തിരിക്കുകയായിരുന്നു. കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാവും ഇഷ്ടം. കുട്ടികളോടൊപ്പം സഞ്ചരിക്കാൻ ആ മഴ സ്കൂൾ തുറന്നപ്പോൾ പെയ്യാൻ കാരണം എന്താണെന്ന് പറയുന്നത്? കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാവും. എന്താണ് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്ര ചെയ്യുക. അപ്പൊ സഞ്ചാരം എന്താണ് അർത്ഥം? സഞ്ചാരം, യാത്ര.
സഞ്ചാരം എന്താണ് അർത്ഥം? യാത്ര. അപ്പം കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാവും ഇഷ്ടം. കുട്ടികളോടൊപ്പം യാത്ര ചെയ്യാനായിരിക്കും ആർക്കിഷ്ടം? മഴയ്ക്കിഷ്ടം അല്ലെ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ടായിരിക്കാം സ്കൂൾ തുറന്ന ദിവസം തന്നെ എന്ത് ചെയ്യുന്നത്? മഴ പെയ്യുന്നത്. അവരല്ലേ, ആര്? കുട്ടികളല്ലേ മഴയിൽ കളിയോടം ഉണ്ടാക്കുന്നത്. കളിയോടം, കളിയോടം എന്താണ് അർത്ഥം? കളിയോടം കളിവഞ്ചി. കളിയോടം എന്താണ്? കളിവഞ്ചി. കളിയോടം നിങ്ങൾക്കറിയാം, പേപ്പറൊക്കെ വെച്ച് എന്ത് ചെയ്യും? ബോട്ടൊക്കെ ഉണ്ടാക്കി ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഉണ്ടാക്കും അല്ലെ? കൊച്ചു കുട്ടികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അവരല്ലേ മഴയിൽ, കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്? മഴയിൽ കളിയോടം ഉണ്ടാക്കുന്നത്. കളിവഞ്ചികൾ, വഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? തോണി, ചെറിയ ബോട്ടുകൾ എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കി കളിക്കുന്നത്. ഒഴുക്ക് വെള്ളം ചവിട്ടി തെറിപ്പിച്ച്, ഒഴുകി പോകുന്ന വെള്ളം എന്ത് ചെയ്യും? ചവിട്ടി തെറിപ്പിച്ച് പടക്കം പൊട്ടിക്കുന്നത്. അതായത് ഒഴുക്ക് വെള്ളം നല്ല ഇതിൽ ചവിട്ടി തെറിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? സൗണ്ട് കേൾക്കും അല്ലെ? അതിന് എന്ത് ചെയ്യുക? ഒഴുക്ക് വെള്ളം ചവിട്ടി തെറിപ്പിച്ച് എന്ത് ചെയ്യുന്നു? പടക്കം പൊട്ടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നീട് ആ ചൂടിയ കുട, ആ നമ്മൾ പിടിച്ചിരിക്കുന്ന കുട എന്ത് ചെയ്യും? ഇടയ്ക്കിടെ മാറ്റി, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? മാറ്റി മഴയുടെ രസം ആസ്വദിക്കും. ആ മഴ നനയുമ്പോഴുള്ള ആ സന്തോഷം എന്ത് ചെയ്യും? വളരെയധികം ആസ്വദിക്കും. എങ്ങനെ? ആ ഇടയ്ക്കിടെ ചൂടിയിരിക്കുന്ന പിടിച്ചുകൊണ്ട് പോകുന്ന കുട മാറ്റി, സ്കൂളിൽ ഞാൻ കാണാറുണ്ട്, ടീച്ചർ കാണാറുണ്ട്. എന്താണ്? ആ 2-3 പേർക്ക് ഒരു കുടയിൽ കയറി പോവുകയും ചെയ്യും. അതേപോലെ ഇങ്ങനെ കുട പിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറ്റി നിങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാറുണ്ട്? ചൂടിയ കുട, ആ ചൂടിയ കുട എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുന്ന കുട, മഴ നനയാതെ പിടിച്ചിരിക്കുന്ന കുട എന്ത് ചെയ്യും? മാറ്റി മഴയുടെ രസം എന്ത് ചെയ്യും? ആസ്വദിക്കും. മഴയുടെ രസം ആസ്വദിക്കും. കെട്ടിക്കിടക്കുന്ന എല്ലാ വെള്ളത്തിലും കാൽ നനയ്ക്കുന്നത്. ആ കെട്ടിക്കിടക്കുന്ന എന്താണ്? കുറച്ച് സ്ഥലത്ത് വെള്ളം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? അതിലെല്ലാം എന്ത് ചെയ്യും? കാല് നനയ്ക്കും. പിന്നെ എങ്ങനെ മഴ കുട്ടികളെ ഇഷ്ടപ്പെടാതിരിക്കും? അപ്പൊ പിന്നെ എങ്ങനെയാണ് മഴ എന്ത് ചെയ്യുന്നത്? ഈ കുട്ടികളോട് സ്നേഹം തോന്നാതിരിക്കുന്നത് അല്ലെ? എന്താണ്? മഴയെ കൂടുതലായി സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ മഴയോട് എന്താണ്? ഇടപഴകുന്നത്, കൂടുതൽ അടുത്തു നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ രസം ആസ്വദിക്കുന്നത് എല്ലാം കുട്ടികളാണ് അല്ലെ? അതുകൊണ്ട് ആണ് മഴയ്ക്ക് എന്താണ്? കുട്ടികളോട് വല്ലാത്ത ഇഷ്ടം അല്ലെ? അപ്പോ കുട്ടികളോട് സഞ്ചരിക്കാനും ആർക്ക് ഇഷ്ടമാണ്? യാത്ര ചെയ്യാനും ആർക്ക് ഇഷ്ടമാണ്? മഴയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. എന്തൊക്കെയാണ് കാരണം? കുട്ടികളാണ് എന്ത് ചെയ്യുന്നത്? കളിയോടം ഉണ്ടാക്കി കളിക്കുന്നത് അല്ലെ? വഞ്ചി, ചെറിയ വഞ്ചികൾ, ബോട്ടുകൾ ഉണ്ടാക്കി കളിക്കുകയും വെള്ളം ചവിട്ടി തെറിപ്പിക്കുകയും പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കാൽ നനച്ച് എന്ത് ചെയ്യും? ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികൾക്ക് മഴയോട് വല്ലാത്ത ഇഷ്ടം. അതുകൊണ്ട് തന്നെ മഴയ്ക്കും ആരോട് ഇഷ്ടമാണ്? കുട്ടികളോട് ഇഷ്ടമാണ്. അപ്പോ സ്കൂൾ തുറന്നു, മഴയും തുടങ്ങി. സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുകയായിരുന്നു മഴ. മഴയ്ക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാവും ഇഷ്ടം. എന്താണ് സഞ്ചരിക്കുക? യാത്ര ചെയ്യുക. സഞ്ചാരം, യാത്ര. അവരല്ലേ മഴയിൽ കളിയോടം ഉണ്ടാക്കുന്നത്. കളിയോടം എന്താണ് അർത്ഥം? കളിവഞ്ചി. ഒഴുക്കുവെള്ളം ചവിട്ടി തെറിപ്പിച്ച് പടക്കം പൊട്ടിക്കുന്നത്. ചൂടിയ കുട ഇടയ്ക്കിടെ മാറ്റി മഴയുടെ രസം ആസ്വദിക്കുന്നത്. കെട്ടിക്കിടക്കുന്ന എല്ലാ വെള്ളത്തിലും കാൽ നനയ്ക്കുന്നത്. പിന്നെങ്ങനെ മഴ കുട്ടികളെ ഇഷ്ടപ്പെടാതിരിക്കും? ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് മഴ എന്ത് ചെയ്യുന്നത്? കുട്ടികളെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മഴ എന്ത് ചെയ്യുന്നു? കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്ടപ്പെടുന്നത്. അടുത്ത ഭാഗം നോക്കാം. മുതിർന്നവർക്ക് മഴ പെയ്താൽ വിഷമം. നമ്മളെ പോലെ തന്നെ എന്താണ്? കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും എന്താണ്? മഴ ഇഷ്ടമാണ്. നോക്കാം നമുക്ക് എന്താണ് അവരുടെ വിഷമമെന്ന്. മുതിർന്നവർക്ക് മഴ പെയ്താൽ വിഷമം, പെയ്തില്ലെങ്കിൽ വിഷമം, അധികമായാലും കുറഞ്ഞാലും വിഷമം. മഴയ്ക്ക് ഓരോരുത്തരുടെയും സൗകര്യത്തിന് നിൽക്കാനാകുമോ? മുതിർന്നവർക്കും മഴ കാണാൻ ഇഷ്ടമാണ്. പുഴയിൽ പെയ്യുന്ന മഴ, കാട്ടിൽ പെയ്യുന്ന മഴ, മുറ്റത്ത് പെയ്യുന്ന മഴ. അപ്പോ മുതിർന്നവർക്ക് മഴ പെയ്താൽ വിഷമമാണ്. കൂടുതൽ മഴയാവുകയാണെങ്കിൽ അല്ലെ, കർഷകരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പാടത്തൊക്കെ പണിയെടുക്കുന്നവരാണെങ്കിൽ കൂടുതൽ മഴ പെയ്താലും എന്താണ്? വിഷമമാണ്. കാരണം അവരുടെ കൃഷിയൊക്കെ നശിച്ചു പോകും.
സ്ഥിരമായി പെയ്യാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിൽ നശിച്ചു പോകും, ഉണങ്ങി നശിച്ചു പോകും. കൂടുതൽ മഴ പെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം കയറി നശിക്കും. രണ്ടാണെങ്കിലും എന്താണ്? അവർക്ക് ദുഃഖമാണ്. കാരണം അവരുടെ കൃഷി നശിക്കും. നല്ല ഉണക്കാണെങ്കിൽ എന്ത് ചെയ്യും? ഉണങ്ങി വരണ്ടു പോകും. നല്ല അധികത്തിലാണ് മഴ ഉണ്ടാകുന്നെങ്കിൽ എന്ത് ചെയ്യും? അതെല്ലാം വെള്ളം മുങ്ങിപ്പോകും. അപ്പൊ രണ്ടാണെങ്കിലും എന്താണ്? അവർക്ക് വിഷമമാണ്. മുതിർന്നവർക്ക് മഴ പെയ്താൽ വിഷമം, പെയ്തില്ലെങ്കിൽ വിഷമം. പെയ്താലും വിഷമം, പെയ്തില്ലെങ്കിലും വിഷമം. അധികമായാലും കുറഞ്ഞാലും വിഷമം. കൂടിയാലും കുറഞ്ഞാലും ആർക്ക് വിഷമമാണ്? മുതിർന്നവർക്ക്. കാരണം അവരുടെ എന്താണ് ജീവിത സാഹചര്യം. കുട്ടികളാവുമ്പോൾ എന്താണ്? അവർക്ക് കളിയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, അല്ലെ? പക്ഷെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ആണെങ്കിൽ എന്താണ്? അതിനെക്കുറിച്ച് മാത്രമല്ല, അല്ലെ? കൃഷിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നവർ അല്ലാതെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്താണ്? ശരിയായ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ നമുക്ക് എന്താണ്? വളരെയധികം നഷ്ടമുണ്ടാകും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? അധികമായാലും വിഷമമാണ്, കുറഞ്ഞാലും ഒക്കെ ആർക്ക് വിഷമമാണ്? ആർക്ക് വിഷമമാണ്? മുതിർന്നവർക്ക്. മഴയ്ക്ക് ഓരോരുത്തരുടെയും സൗകര്യത്തിന് നിൽക്കാനാകുമോ? നമ്മൾ ഇതൊക്കെ പറയുന്നു, അല്ലെ? മഴയ്ക്ക് എന്താണ്? ഇനിയിപ്പോ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് എന്താണ്? അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുമോ? എന്താണ്? പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, മുതിർന്നവരുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് സമയം പെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് സമയം പെയ്യുക. അങ്ങനൊന്നും ചെയ്യാൻ ആർക്ക് പറ്റില്ല? മഴയ്ക്ക് പറ്റില്ല. മുതിർന്നവർക്കും മഴ കാണാൻ ഇഷ്ടമാണ്. എന്നാൽ ഈ മഴ എന്താണ്? അധികം പെയ്താലും എല്ലാം മഴ ആർക്കും ഇഷ്ടമാണ്? മുതിർന്നവർക്ക് ഇഷ്ടമാണ്. പുഴയിൽ പെയ്യുന്ന മഴ, കാട്ടിൽ പെയ്യുന്ന മഴ, മുറ്റത്ത് പെയ്യുന്ന മഴ. ഓരോ മഴയ്ക്കും എന്താണ്? ഓരോ പ്രത്യേകതകളാണ്. പുഴയിലാണ് പെയ്യുന്നതെങ്കിലും, കാട്ടിലാണ് പെയ്യുന്നതെങ്കിലും, മുറ്റത്താണ് പെയ്യുന്നതെങ്കിലും, ഓരോ സ്ഥലങ്ങളിലെയും എന്താണ്? ആ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ സൗന്ദര്യം അനുസരിച്ച് ഓരോ മഴയ്ക്കും എന്താണ്? ഓരോ സൗന്ദര്യമാണ്. അപ്പൊ മുതിർന്നവർക്ക് മഴ പെയ്താൽ വിഷമം, പെയ്തില്ലെങ്കിൽ വിഷമം. അധികമായാലും കുറഞ്ഞാലും വിഷമം. മഴയ്ക്ക് ഓരോരുത്തരുടെയും സൗകര്യത്തിന് നിൽക്കാനാവുമോ? മുതിർന്നവർക്കും മഴ കാണാൻ ഇഷ്ടമാണ്. പുഴയിൽ പെയ്യുന്ന മഴ, കാട്ടിൽ പെയ്യുന്ന മഴ, മുറ്റത്ത് പെയ്യുന്ന മഴ. അപ്പോ അതാണ് ഓരോ സ്ഥലത്തും പെയ്യുന്ന. ഇനി അടുത്ത പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. എന്താണ്? ഓരോ മഴയ്ക്കും ഓരോ ഭംഗിയാണ്. ചാറ്റൽ മഴ അഥവാ തൂവാനം, പെരുമഴ, കോരിച്ചൊരിയുന്ന മഴ, വിരൽ വെച്ചാൽ മുറിയും മഴ, തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്യുന്ന മഴ, എടുത്തൊഴിക്കുന്ന മഴ, തുള്ളിക്കൊരു കുടം മഴ. ഹായ്, എന്തെല്ലാമാണ് മഴയെ പറ്റി മുതിർന്നവർ പറയുക. ഓരോ മഴയ്ക്കും ഓരോ ശബ്ദമാണ്, ഓരോ താളമാണ്. അപ്പം ഓരോ മഴയ്ക്കും ഓരോ ഭംഗിയാണ്, അല്ലെ? പുഴയിലാണെങ്കിലും കാട്ടിലാണെങ്കിലും എന്താണ്? മുറ്റത്താണെങ്കിലും ഒക്കെ പെയ്യുന്ന ഓരോ പ്രകൃതിയുടെ സൗന്ദര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകത അനുസരിച്ച് എന്താണ്? ഓരോ മഴയ്ക്കും ഓരോ ഭംഗിയാണ്, ഓരോ സൗന്ദര്യമാണ്. അത് കാണുമ്പോൾ എന്താണ്? നല്ല ഭംഗിയാണ്. ചാറ്റൽ മഴ, ചെറിയ മഴ പെയ്യാറുണ്ട്. അതിന് എന്ത് പേരും പറയും? തൂവാനം എന്നൊരു പേരും കൂടെ പറയും. എന്തിന്? ചാറ്റൽ മഴയ്ക്ക്. പെരുമഴ, അല്ലെ? വലിയ മഴ. പെരുമഴ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ മഴ. അതേപോലെ തന്നെ എന്താണ്? കോരിച്ചൊരിയുന്ന മഴ. പെരുമഴയെക്കാട്ടിലും കൂടുതലായി എന്ത് ചെയ്യുക? മഴ പെയ്യുക. അതാണ് എന്ത് ചെയ്യുന്നത്? കോരിച്ചൊരിയുക. അതേപോലെ അടുത്ത പറയുന്നത് എന്താണ്? വിരൽ വെച്ചാൽ മുറിയും മഴ. നമ്മൾ ഇങ്ങനെ വിരല് വെച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? മുറിയുന്നത് പോലെ തോന്നും. അത്രേ ഫോഴ്സിന് എന്ത് ചെയ്യും? മഴ പെയ്യും, അല്ലെ? അതേപോലെ തന്നെ അടുത്ത മഴ ഏതാണ്? തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്യുന്ന മഴ. നല്ല തുമ്പിക്കൈ, ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള കനത്തിൽ, വണ്ണത്തിൽ എന്ത് ചെയ്യുക? മഴ പെയ്യുക. അതായത് തുള്ളികൾക്ക് എന്താണ്? കനമുണ്ട്. അതായത് വലിയ മഴയാണ് പെയ്യുന്നത് എന്ന് പറയുന്നു. എടുത്തൊഴിക്കുന്ന മഴ, എടുത്ത് താഴേക്ക് ഒഴിക്കുന്നത് പോലെ, ബക്കറ്റിൽ വെള്ളം കമത്തി ഒഴിക്കുന്നത് പോലെ എന്ത് ചെയ്യും? തോന്നും. അതേപോലെ തന്നെ തുള്ളിക്ക് ഒരു കുടം മഴ. ഒരു തുള്ളി വീഴുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഒരു കുടം നിറയുന്നത് പോലെ എന്ത് ചെയ്യും? മഴ പെയ്യും. അങ്ങനെ പല തരത്തിലുള്ള മഴകളുണ്ട്. ഹായ്, എന്തെല്ലാമാണ് മഴയെ പറ്റി മുതിർന്നവർ പറയുക? എന്തെല്ലാമാണ്, അല്ലെ? എന്തൊക്കെയാണ് പറയുന്നത്? ചാറ്റൽ മഴ, പെരുമഴ, കോരിച്ചൊരിയുന്ന മഴ, അല്ലെ? പിന്നെന്താണ്? വിരൽ വെച്ചാൽ മുറിയുന്ന മഴ, തുമ്പിക്കൊരു കുടം, തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്യുന്ന മഴ,
എടുത്തൊഴിക്കുന്ന മഴ, തുള്ളിക്കൊരു കുടം മഴ എന്നിങ്ങനെ ധാരാളം കാര്യങ്ങൾ എന്തിനെ കുറിച്ച് പറയാറുണ്ട്? മഴയെ കുറിച്ച് പറയാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ മഴയ്ക്കും എന്താണ്? ഓരോ ശബ്ദമാണ്, ഓരോ താളമാണ്. ഓരോ ചെറിയതായിട്ടാണ് പെയ്യുന്നതെങ്കിൽ എന്താണ്? അതിന് ശബ്ദം കുറവായിരിക്കും. വലിയ മഴയാണെങ്കിൽ എന്ത് ചെയ്യും? നല്ല ശബ്ദമായിരിക്കും. അപ്പൊ ഓരോന്നിനും ഓരോ ശബ്ദവും അതനുസരിച്ചുള്ള താളവും ഒക്കെ ആയിരിക്കും ഓരോ മഴയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ മഴയ്ക്കും ഓരോ ഭംഗിയാണ്. ചാറ്റൽ മഴ അഥവാ തൂവാനം, പെരുമഴ, കോരിച്ചൊരിയുന്ന മഴ, വിരൽ വച്ചാൽ മുറിയും മഴ, തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്യുന്ന മഴ, എടുത്തൊഴിക്കുന്ന മഴ, തുള്ളിക്കൊരു കുടം മഴ. ഹായ്, എന്തെല്ലാമാണ് മഴയെ പറ്റി മുതിർന്നവർ പറയുക. ഓരോ മഴയ്ക്കും ഓരോ ശബ്ദമാണ്, ഓരോ താളമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്? ആ സ്കൂൾ തുറന്നു കഴിഞ്ഞ ദിവസം തന്നെ എന്ത് ചെയ്തു? മഴ പെയ്യാൻ തുടങ്ങി. അതെന്താണ് അങ്ങനെ പെയ്യാൻ തുടങ്ങിയെന്നാ പറഞ്ഞത്? ആ കുട്ടികളോടാണ്. കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാണ് ആർക്ക് ഇഷ്ടം? മഴയ്ക്ക് ഇഷ്ടം അല്ലെ? എന്താണ്? കുട്ടികൾ കളിയോടം ഉണ്ടാക്കി കളിക്കുകയും വെള്ളത്തിൽ എന്ത് ചെയ്യും? കാൽ നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാവും ഇഷ്ടം എന്ന് പറയുന്നു അല്ലെ? അത് കഴിഞ്ഞ് എന്താണ്? മുതിർന്നവർക്ക് മഴ ഇഷ്ടമാണ്, പക്ഷേ അധികമായാലും കുറഞ്ഞാലും അവർക്ക് എന്താണ്? വിഷമമാണ്. അതേപോലെ തന്നെ ഓരോ സ്ഥലത്തും പെയ്യുന്ന മഴയെ കുറിച്ച് പറയുന്നു അല്ലെ? ആ പുഴയിലും മുറ്റത്തും ഒക്കെ പെയ്യുന്ന മഴ. എന്നിട്ട് ഓരോ മഴയ്ക്കും എന്താണ്? ഓരോ ഭംഗിയാണ്. അതേപോലെ ചാറ്റൽ മഴ, പെരുമഴ എന്നിങ്ങനെ ഓരോന്ന് അല്ലെ? തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം മഴ എന്നൊക്കെ മുതിർന്നവർ എന്താണ്? മഴയെ പറ്റി ഓരോ കാര്യങ്ങൾ ആണ് പറയുന്നത്. ഓരോ മഴയ്ക്കും ഓരോ ശബ്ദവും ഓരോ താളവുമാണെന്ന് പറയുന്നു. നമുക്ക് ഇത്രയും പഠിക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് അർത്ഥമൊക്കെ ഒന്ന് നോക്കാം. എന്താണ് സഞ്ചാരം? എന്താണ് അർത്ഥം? യാത്ര. ടീച്ചർ പഠിപ്പിച്ചപ്പോ തന്നെ പറഞ്ഞു എന്താണ് സഞ്ചാരം? യാത്ര. അടുത്ത കളിയോടം, കളിവഞ്ചി. എന്താണ്? കളിയോടം, കളിവഞ്ചി. സഞ്ചാരം, യാത്ര, കളിയോടം, കളിവഞ്ചി. ഇപ്പൊ തന്നെ പഠിക്കണം. സഞ്ചാരം എന്താണ് അർത്ഥം? യാത്ര. കളിയോടം, കളിവഞ്ചി. പര്യായ പദം നോക്കാം. മഴ, വർഷം, മാരി. മഴ, വർഷം, മാരി. കാട്, വനം, കാനനം. കാട്, വനം, കാനനം. വെള്ളം, ജലം, സലിലം. വെള്ളം, ജലം, സലിലം. ഒന്നുകൂടെ നോക്കിക്കോ. മഴ, വർഷം, മാരി. ഒന്ന് പറഞ്ഞേ. മഴ, വർഷം, മാരി. കാട്, വനം, കാനനം. വെള്ളം, ജലം, സലിലം. ഉത്തരം എഴുതുക നോക്കാം. മഴയ്ക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ കാരണമെന്ത്? എന്താണ് കാരണം? മഴയുടെ രസം കൂടുതലും ആസ്വദിക്കുന്നത് കുട്ടികളാണ് അല്ലെ? എന്താണ്? അവർ കളിയോടം ഉണ്ടാക്കും, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യും? ചവിട്ടി തെറിപ്പിക്കും എന്നൊക്കെ പഠിച്ചു അല്ലെ? അതുകൊണ്ട് തന്നെ മഴയുടെ രസം കൂടുതലും ആസ്വദിക്കുന്നത് കുട്ടികളാണ്. അതുകൊണ്ടാണ് മഴയ്ക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും മാത്രമാണ് നമുക്ക് ആൻസർ. എന്താണ്? മഴയുടെ രസം കൂടുതലും ആസ്വദിക്കുന്നത് കുട്ടികളാണ്. അതുകൊണ്ടാണ് മഴയ്ക്ക് എന്താണ്? കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. മഴയുടെ രസം കൂടുതലും ആസ്വദിക്കുന്നത് ആരാണ്? കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ടാണ് മഴയ്ക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. അടുത്ത മഴയെ പറ്റി മുതിർന്നവർ പറയുന്നത് എന്തൊക്കെയാണ്? ആ ചാറ്റൽ മഴ, പെരുമഴ, വിരൽ വെച്ചാൽ മുറിയുന്ന മഴ, തുള്ളിക്കൊരു കുടം മഴ തുടങ്ങിയവയാണ് മഴയെ പറ്റി ആര് പറയുന്നത്? മുതിർന്നവർ പറയുന്നത്.
ചാറ്റൽ മഴ, പെരുമഴ, വിരൽ വെച്ചാൽ മുറിയുന്ന മഴ, തുള്ളിക്കൊരു കുടം മഴ തുടങ്ങിയവയാണ് മഴയെ പറ്റി ആര് പറയുന്നത്? മുതിർന്ന ആളുകൾ പറയുന്നത്. എന്തൊക്കെയാണ്? ചാറ്റൽ മഴ, പെരുമഴ, വിരൽ വെച്ചാൽ മുറിയുന്ന മഴ, തുള്ളിക്കൊരു കുടം മഴ തുടങ്ങിയവയാണ് മഴയെ പറ്റി മുതിർന്നവർ പറയുന്നത്. നമ്മൾ ഇന്ന് ഇത്രയുമാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. പാഠഭാഗം നല്ലതുപോലെ വായിക്കണം. ഓക്കെ, താങ്ക് യു.